ഫിറ്റ്നസ് വിത്ത് യാമിനിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എക്സസൈസുകളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഫുൾ ഡേ ഒരു 30 മിനിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ആ 30 മിനിറ്റ്സ് കൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കാർഡിയോ വർക്കൗട്ട്സ് വഴി ഫാറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ആ ഒരു വർക്കൗട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം വാമപ്പ് ചെയ്തതിന് ശേഷം വർക്കൗട്ടിലോട്ട് കിടക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വാമപ്പിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ പോയിട്ട് കാണുക, അതിനനുസരിച്ച് വാമപ്പ് ചെയ്യുക, അതിനുശേഷം ഇനി പറയുന്ന വർക്കൗട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ജമ്പിങ് ജാക്സ് ആണ്. ജമ്പിങ് ജാക്സ് നമുക്ക് 5 സെറ്റായിട്ടാണ് ചെയ്യേണ്ടത്. അത് 20 എണ്ണം വീതമുള്ള 5 സെറ്റായിട്ടാണ് ചെയ്യേണ്ടത്. ഓരോ സെറ്റിൻ്റെ ഇടയിലും മിനിമം 30 സെക്കൻഡെങ്കിലും നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 30 മുതൽ 40 സെക്കൻഡ് വരെ റെസ്റ്റ് വേണ്ടു, അതിലും കൂടുതൽ വേണ്ട. പിന്നെ നിങ്ങൾ ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ 10 എണ്ണം വീതമുള്ള 5 സെറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഇതുപോലെ കാല് 2 ബാലൻസ് ചെയ്ത് അകത്തി വെക്കുക, കൈ 2 സൈഡിലോട്ട് വെക്കുക, ദെൻ ചാടുക. റെഡി? 20ന്റെ 5 സെറ്റാണ്, കൗണ്ട് ചെയ്ത് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞ് വീണ്ടും 4 സെറ്റും കൂടെ. നമുക്കപ്പോൾ സെക്കൻഡ് സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ 20ന്റെ സെക്കൻഡ് സെറ്റ്. അപ്പോൾ സെക്കൻഡ് സെറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. മൂന്നാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അഗെയിൻ 20 എണ്ണം. അഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. ഇനി 2 സെറ്റ് കൂടിയേ ഉള്ളൂ. നാലാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അഗെയിൻ ലാസ്റ്റ് സെറ്റാണ്. അഗെയിൻ 20 എണ്ണം. അഞ്ചാമത്തെ സെറ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ 5 സെറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. ഓരോ റെസ്റ്റിന് ശേഷവും നമുക്ക് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ കുടിക്കുക. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കിതപ്പ് മാറിയതിന് ശേഷം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇഞ്ച് വേംസ് പ്ലസ് സൈഡ് പ്ലാങ്ക് ആണ്. അതിൽ നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റോ മാറ്റോ എടുക്കുക, നിവർന്ന് നിൽക്കുക. മാക്സിമം കാൽമുട്ട വളയാതെ നമ്മുടെ കൈ രണ്ടും താഴെ ടച്ച് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോവുക. ദേഹം സ്ട്രെയിറ്റ് ആയതിനു ശേഷം കൈ സൈഡിലോട്ട് ബാലൻസ് ചെയ്ത് തിരിക്കുക. ദെൻ അടുത്ത സൈഡ് തിരിക്കുക, നിവർന്ന് വരാ, അതുപോലെ തന്നെ തിരിച്ചു വരാം. ഇങ്ങനെ 5 എണ്ണം വീതമുള്ള 3 സെറ്റായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓരോ സെറ്റ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ നിങ്ങൾ ബ്രീത്ത് എടുത്ത് വിടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കാം. ഓക്കെ, അപ്പം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് 30 മുതൽ 40 സെക്കൻഡ് വരെ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും 2 സെറ്റ് കൂടി ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ 5 എണ്ണം വീതം. ഇനി നമുക്ക് ഒരു സെറ്റ് കൂടി ഉള്ളൂ. അഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. മൂന്നാമത്തെ സെറ്റിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ 5 സെറ്റും ഓക്കെ, അപ്പൊ നമ്മുടെ 3 സെറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അഗെയിൻ നമ്മൾ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം. അടുത്തത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ജംപ് സ്ക്വാട്സ് ആണ്. ജംപ് സ്ക്വാട്സ് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ കൈ താഴെ ഫ്ലോറിൽ ടച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് 10 എണ്ണം വീതമുള്ള 3 സെറ്റ് ആയിട്ടാണ്. ഓരോ സെറ്റ് കഴിഞ്ഞിട്ടും നമുക്ക് 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം. ബാലൻസ് ചെയ്ത് നിൽക്കുക, ചാടിക്കൊണ്ട് സ്ക്വാട്ടിലോട്ടിരിക്കുക, ഓൾട്ടർനേറ്റ് കൈ ടച്ച് ചെയ്യുക, ദെൻ വീണ്ടും ബൗൺസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിനി ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇതേപോലെ 10 എണ്ണം വീതമുള്ള 2 സെറ്റ് കൂടെ ചെയ്യാം. 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് സെറ്റിലോട്ട് കിടക്കാം. നമുക്ക് സെക്കൻഡ് സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ 10 എണ്ണം. ഓക്കെ, അഗെയിൻ റെസ്റ്റ് എടുക്കുക. അഗെയിൻ 30 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെറ്റിലോട്ട് കിടക്കാം. മൂന്നാമത്തെ സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ 10 എണ്ണം. ഓക്കെ, റെസ്റ്റ് എടുക്കുക. 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം. അടുത്തത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഹീൽ ടാപ്സ് ആണ്. ഹീൽ ടാപ്പ് 30 സെക്കൻഡ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. 30 സെക്കൻഡിന്റെ 3 സെറ്റായിട്ട് ചെയ്യാം. ഓരോ സെറ്റ് കഴിയുമ്പോഴും അഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. അപ്പോൾ 30 സെക്കൻഡ് നിങ്ങൾ ഒന്നെങ്കിൽ ടൈമർ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ മനസ്സിൽ ജസ്റ്റ് മെല്ലെ കൗണ്ട് ചെയ്യാം, 30 വരെ കൗണ്ട് ചെയ്യുക, എന്നിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞാൽ ഇതേപോലെ 2 സെറ്റ് അഗെയിൻ ചെയ്യാം. അഗെയിൻ നമുക്ക് രണ്ടാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. 30 സെക്കൻഡ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത സെറ്റിലോട്ട് കിടക്കാം. മൂന്നാമത്തെ സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ 30 സെക്കൻഡ്. അപ്പോൾ 3 സെറ്റ് നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. അഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. കിതപ്പ് മാറിയതിന് ശേഷം ഒരു കവിള് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം. അടുത്തത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് സ്റ്റെപ്പ് ലഞ്ചസ് ആണ്. സ്റ്റെപ്പ് ലഞ്ചസ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് കാല് അങ്ങനെ കൗണ്ട് ചെയ്യുക. 10 എണ്ണം വീതം 3 സെറ്റായിട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 10 എണ്ണം 3 സെറ്റിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെറ്റിൽ 10 എണ്ണം ചെയ്യുക, ദെൻ 8 നെക്സ്റ്റ് സെറ്റിൽ ചെയ്യുക, ദെൻ 6 എണ്ണം അടുത്ത സെറ്റിൽ ചെയ്യുക. അങ്ങനെ 3 സെറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ആക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം. ഓരോ സെറ്റ് കഴിയുമ്പോഴും 30 സെക്കൻഡ് അഗെയിൻ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം. എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കാലിൻ്റെ ഇടയിൽ നമ്മൾ കാല് മടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ 90 ഡിഗ്രി ആംഗിൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അതിനനുസരിച്ച് മാത്രം ചെയ്യുക. മുട്ടിന് സ്ട്രെയിൻ വരുന്ന തരത്തിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ബാലൻസ് ചെയ്ത് അകത്തി വയ്ക്കുക. നേരെ ഫ്രണ്ടിലോട്ട് കാലെടുത്ത് വയ്ക്കുക, താഴെ തിരിച്ചു വരിക, അടുത്ത കാല്. ഓക്കെ, ഇങ്ങനെ 1 2 കൗണ്ട് ചെയ്യുക. 3 4 ഓക്കെ. അപ്പോൾ നമ്മുടെ 10 എണ്ണം കഴിഞ്ഞിരിക്കുകയാണ്. റെസ്റ്റ് എടുക്കാം. 30 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത സെറ്റിലോട്ട് കിടക്കാം. നമുക്ക് സെക്കൻഡ് സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ ഓക്കെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെറ്റും കഴിഞ്ഞിരിക്കുകയാണ്. അഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ 10 എണ്ണം. ഓക്കെ, അഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം. അടുത്തത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ക്രൗച്ച് ടു പുഷപ്സ് ആണ്. അപ്പം നമ്മൾക്ക് ഇത് 5 എണ്ണം മിനിമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 5 എണ്ണം വീതമുള്ള 3 സെറ്റായിട്ടാണ് ചെയ്യേണ്ടത്. ഓരോ സെറ്റ് കഴിയുമ്പോഴും 20 സെക്കൻഡ് മിനിമം റെസ്റ്റ് എടുത്താൽ മതി. 20 മുതൽ 40 സെക്കൻഡ് വരെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം. ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം നമ്മുടെ കൈ ദേഹം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ കൈ പ്ലേസ് ചെയ്യുക. ദെൻ ബാക്കിലോട്ട് വരാം. ദെൻ പുഷപ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്.
20 സെക്കൻഡ് മിനിമം റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെറ്റിലോട്ട് കിടക്കാം. നമുക്ക് സെക്കൻഡ് സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ 5 എണ്ണം. കൈ ആദ്യം പൊസിഷനിലോട്ട് വെക്കുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അഗെയിൻ 20 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. നമുക്കിനി മൂന്നാമത്തെ സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ കാല് കറക്റ്റ് ചെയ്ത് വെക്കുക, കൈ പൊസിഷനിലോട്ട് വെക്കുക, ബാക്കിലോട്ട്. ഇപ്പൊ നമ്മുടെ 3 സെറ്റും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്തത് ചെയ്യാനായിട്ടുള്ളത് പ്ലാങ്ക് ടു ഫുട്ട് ടാപ്സ് ആണ്. ഇത് നമുക്ക് 8 എണ്ണം വീതം 3 സെറ്റായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ബിഗിനർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ നമ്മുടെ ഹാൻഡും അതുപോലെ വയറൊക്കെ ടൈറ്റ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ടൈം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ബ്രീത്ത് എടുത്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് 8 എണ്ണം വീതമുള്ള 3 സെറ്റാണ്. ഓരോ സെറ്റ് കഴിയുമ്പോഴും 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ ഫുൾ പ്ലാങ്ക് പൊസിഷനിലോട്ട് ഇരിക്കുക. ജസ്റ്റ് നമ്മൾ കാൽമുട്ട് കുത്തുക. എന്നിട്ട് കൈ 2 ഇതുപോലെ പ്ലേസ് ചെയ്യുക. കാല് 2 നിവർത്തി എടുത്ത് വെക്കുക. ഓക്കെ, ഇത് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ ഫുട്ട് ടാപ്സ്. ബാലൻസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എട്ടെണ്ണമാണ് ചെയ്യേണ്ടത്. കറക്റ്റ് കൗണ്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ കപ്പാസിറ്റി കൂട്ടി എന്ന് തോന്നുകയാണെങ്കിൽ, അതുപോലെ കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു 2 മുതൽ 4 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം വന്ന് ഫൂട്ടിൽ തൊടാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി, നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് പോകാനായിട്ട്, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോകാനായിട്ട് ഇത് ഗുണമായിരിക്കും. അപ്പോൾ നമുക്ക് അഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത 2 സെറ്റിലോട്ട് കിടക്കാം. നമുക്ക് രണ്ടാമത്തെ സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ കൈ കറക്റ്റ് ചെയ്യുക, കാല് കറക്റ്റ് ചെയ്ത് വെക്കുക, ഹോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെറ്റും കഴിഞ്ഞിരിക്കുകയാണ്. അഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. ഓക്കെ, നമുക്കപ്പോൾ മൂന്നാമത്തെ സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ പൊസിഷൻ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ മൂന്നാമത്തെ സെറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ വർക്കൗട്ടിൽ ഒരു ഐറ്റം കൂടിയേ ബാക്കിയുള്ളൂ. അഗെയിൻ നിങ്ങൾ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അപ്പം നമുക്ക് ഈ വർക്കൗട്ടിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടിലോട്ട് കിടക്കാം. അപ്പം നമ്മുടെ ഈ വർക്കൗട്ടിൻ്റെ ലാസ്റ്റ് ഐറ്റത്തിലോട്ട് നമുക്ക് കിടക്കാം. അപ്പം നമുക്കിപ്പോൾ ചെയ്യാനായിട്ടുള്ളത് റൊട്ടേറ്റ് പഞ്ചസ് ആണ്. അപ്പം നിങ്ങൾ ബാലൻസ് ചെയ്ത് നിൽക്കുക. നമുക്ക് 20 സെക്കൻഡ് വീതം 3 സെറ്റായിട്ടാണ് ചെയ്യേണ്ടത്. ഓരോ സെറ്റ് കഴിയുമ്പോഴും 20 സെക്കൻഡ് തന്നെ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് കൈ കുടഞ്ഞ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ പോകുന്നതും തിരിച്ചു വരുന്നതും കൺട്രോൾ ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ നമ്മുടെ കോറ്, വയറ്, നെഞ്ചൊക്കെ ടൈറ്റ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ കാല് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നിർത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം. കാല് നമ്മൾ ബാലൻസ് ചെയ്ത് അകത്തി വെക്കുക. ഒരു ചെറിയ രീതിയിൽ ബെൻഡ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം നമ്മുടെ വയറ് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ദെൻ കൈ ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ദെൻ സ്റ്റാർട്ട് ചെയ്യുക. 20 സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ ബ്രീത്ത് എടുത്ത് വിടുക.
ഓക്കെ, റെസ്റ്റ് എടുക്കുക. 20 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെറ്റിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് സെക്കൻഡ് സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ ബാലൻസ് ചെയ്ത് നിൽക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അഗെയിൻ റെസ്റ്റ് എടുക്കുക. 20 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് സെറ്റിലോട്ട് കിടക്കാം. അഗെയിൻ പൊസിഷൻ ഹോൾഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അഗെയിൻ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. കിതപ്പ് മാറിയതിന് ശേഷം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുക. അതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വർക്കൗട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ അത്തരത്തിലുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്കൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഇനി മറ്റൊരു വർക്കൗട്ട് വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ. നിങ്ങളൊരു ഫിറ്റ്നസ് ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണോ? ഫിറ്റ്നസ് ട്രെയിനിങ് സെഷൻസിനെ കുറിച്ച് അതുപോലെ ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനോ അറിയാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ബ്ലൂപ്പറായിട്ട് ഇടാനാണോ? നന്നായിരിക്കും. എന്നാൽ ഞാൻ കുറച്ചുകൂടെ കണ്ടന്റ് തരാമെന്ന്. കഴിഞ്ഞ 1 2 3 സ്റ്റാർട്ട്. നിങ്ങളൊരു ഫിറ്റ്നസ് ട്രെയിനർ ആവാൻ ഓക്കെ, ഒന്നുകൂടെ